പവർഫുൾ ആയിട്ടുള്ളൊരു വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടിച്ച് പിന്നെ ഇങ്ങനെ എൻജോയ് ചെയ്ത് ഓടിക്കാൻ പറ്റും. പക്ഷേ ഇതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ആഫ്റ്റർ ലോങ് ടൈം നമ്മളൊരു ട്രിപ്പ് ഇറങ്ങിയാണ്. അപ്പോൾ ആ ഒരു ട്രിപ്പിൻ്റെ ചെറിയൊരു വ്ളോഗായിരിക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകും. അപ്പോൾ എന്തെന്നറിയില്ല, നല്ല രസമില്ലേ റോഡെല്ലാം? ഭയങ്കര രസമുണ്ട്. ഈ ഒരു രീതിക്കുള്ള റോഡൊക്കെ ആയ ശേഷം, അതായത് ഈ ഒരു റോഡിൻ്റെ പണിയൊക്കെ ഈ ഒരു രീതിക്ക് കംപ്ലീറ്റ് ആയ ശേഷം എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലെ ട്രിപ്പ് പോകുന്നതെന്ന്. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പല സൈഡിലും റോഡ് പണി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒരുപാട് ആളുകൾക്ക് ശേഷമാണ് ഞാൻ ഇതുപോലെ ഇറങ്ങുന്നത്. ഞാൻ ഈ ഒരു സെറ്റപ്പിലുള്ള വീഡിയോ എടുക്കുന്ന കാര്യമൊക്കെ എന്താ പറയുക, ഭയങ്കരമായിട്ടൊരു പരിചയമില്ലാത്ത രീതിക്കൊക്കെ എനിക്ക് ഫീൽ ആവുക. ഏത് രീതിക്ക് എടുക്കണം എന്നൊക്കെ എനിക്കിങ്ങനെ കൺഫ്യൂസ് ആവുക. എന്താ പറയുക, എന്തായാലും നമ്മൾ പോകുന്നു ആഫ്റ്റർ ലോങ് ടൈം. ഒരു സ്മോൾ ട്രിപ്പ് കേട്ടോ, ഒരു 1 ഡേ ട്രിപ്പ് പോവാണ്. നെല്ലിയാമ്പതിയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇന്ന് രാത്രി അവിടെ പരിസരത്ത് എവിടെയെങ്കിലൊക്കെ എത്തിയിട്ട് ടെൻ്റ് അടിക്കണം. ടെൻ്റെല്ലാം എടുത്തിട്ടുണ്ട്. ഏർലി മോർണിംഗ് എണീറ്റ് ചെക്ക് പോസ്റ്റ് തുറക്കുന്ന സമയത്ത് തന്നെ കയറി പോകണം എന്നൊക്കെ വിചാരിച്ച് ഞാൻ ഇറങ്ങിയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു സമയത്താണ് ഞാൻ ഇറങ്ങുന്നത്. ഇപ്പോൾ ഏകദേശം 6-6:30 ആ ഒരു സമയം, അതിനിടയിലുള്ള ഒരു സമയമാണ്. നല്ല രസമുണ്ട് കേട്ടോ. ആ ഒരു ലൈറ്റെല്ലാം വന്നപ്പം ഇതിൽ ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ബൈക്ക് ഓടിച്ച്. അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയിൽ വർക്കുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ചെറിയ വർക്കുകൾ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സംഭവങ്ങളെല്ലാം വണ്ടിയിലും കാണും. അതൊന്നും വിഷയാക്കണ്ട, നമുക്ക് എന്തായാലും ഒരു ട്രിപ്പ് പോയി വരാന്നേ. ഇത് നമ്മളെ പരിചയക്കാരനാട്ടോ. നമുക്ക് വളാഞ്ചേരി അതുവഴിയാണ് റൂട്ട് കാണിക്കുന്നത്. ഇത് റോഡ് അത്യാവശ്യം നല്ല രീതിക്ക് അടിപൊളിയായത് കാരണം ഇപ്പോൾ പോകാൻ പറ്റിയ ഒരു ബെസ്റ്റ് സമയമാണ്. ബിക്കോസ് കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇവിടെ ക്യാമറ ഒക്കെ വന്നിട്ട് ഈ ഒരു റൂട്ടൊന്നും ആരും യൂസ് ചെയ്യാണ്ട വരുന്ന ഒരു സിറ്റുവേഷൻ ആവാൻ ചാൻസ്. അപ്പോൾ എന്തായാലും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലേക്ക് എനേബിൾ ചെയ്ത് ഉള്ളോട്ടിട്ടാൽ മതി. നമ്മുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം സ്പോട്ടിൽ തന്നെ ലഭിക്കും. ഏതാനും കിലോമീറ്റേഴ്സ് കൂടെ നമ്മൾ കവർ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കാണാൻ പറ്റുന്നതെന്ന് പറയുമ്പം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റോഡ്. അതുപോലെ ഇങ്ങോട്ട് നോക്കിയൊക്കെ മൂണ്ണ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ? കുറേ നേരമായിട്ട് ഈ ഒരു സൈഡിൽ ആളുണ്ട് കേട്ടോ. ഇങ്ങനെ കണ്ടുകൊണ്ട് വരുവാണ്. നല്ല രസമുണ്ട്. ഈ ഒരു വേ എല്ലാം ക്ലിയർ ആയതുകൊണ്ട് ഞാൻ അതിനിടയ്ക്ക് പെട്രോൾ അടിക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. അല്ലാണ്ട് എനിക്ക് ഗിയർ ഡൗൺ ചെയ്യേണ്ട ഒരാവശ്യം വന്നിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു മൈലേജ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു, ഇങ്ങനെയുള്ള വൃത്തിയുള്ള റോഡായത് കാരണം. ഇനി എത്രത്തോളം കിലോമീറ്റേഴ്സ് നമുക്ക് ഇതുപോലെയുള്ള റോഡ് കിട്ടും എന്നുള്ള കാര്യം അറിയില്ല. എന്തായാലും പോയി നോക്കാൻ കഴിയും. അപ്ഡേഷൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം റോഡ് മാറുന്ന സമയത്തെല്ലാം. നല്ല രസമുണ്ട് കേട്ടോ ഈ ഒരു റൂട്ടിലൂടെ ഇങ്ങനെ പോകാൻ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ബൈക്ക് ആയതുകൊണ്ട് തന്നെ ഇതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. അതായത് ഇതിനൊരു സ്പീഡിനൊരു ലിമിറ്റ് ഉണ്ട്. ഇപ്പം ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്ന സ്പീഡ് എന്ന് പറയുമ്പോൾ 50 to 55 ആ ഒരു റേഞ്ചാണ്. മാക്സിമം പോയി കഴിഞ്ഞാൽ 60ൻ്റെ മുകളിലോട്ട് ഈ ഒരു വണ്ടിയിൽ ഞാൻ കയറുന്നില്ല. ഇതാണ് ഇതിൻ്റെ ഒരു കംഫർട്ട് എന്നുള്ള രീതിക്ക് ഞാൻ ഓടിക്കും. സ്പ്ലെൻഡറിനൊക്കെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സ്പീഡ് എന്ന് പറയുമ്പം ഈ ഒരു സ്പീഡാണ്. അപ്പോൾ അത് തന്നെയാണ് ബെറ്റർ. ആ ഒരു സ്പീഡിൽ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാമെന്ന് പറയുമ്പം കുറേ നേരം പോകുമ്പം നമുക്ക് ബോറടിക്കും, ചിലപ്പോൾ ഉറക്കമൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. സംഭവം സ്ട്രൈറ്റ് റോഡാണെങ്കിലും കുറച്ച് എന്താ പറയുക, പവർഫുൾ ആയിട്ടുള്ളൊരു വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടിച്ച് പിന്നെ ഇങ്ങനെ എന്താ പറയുക എൻജോയ് ചെയ്ത് ഓടിക്കാൻ പറ്റും. പക്ഷേ ഇതെന്ന് പറയുമ്പോൾ ഇതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. ഗൈസ്, അങ്ങനെ ആഫ്റ്റർ ലോങ് ടൈം ഞാൻ വീണ്ടും അപ്പോൾ ഏകദേശം ഞാൻ മുമ്പ് വന്ന സമയത്തും ഓൾമോസ്റ്റ് ഈ ഒരു ലൊക്കേഷനിൽ തന്നെയാണ് ഞാൻ ക്യാമ്പ് ചെയ്തിട്ടോ. എനിക്ക് ഓർമ്മയുണ്ട് ഈ ഒരു ബാഗിൻ്റെ ഷോപ്പിലെ ആൾ അന്ന് ഈ കമ്പനിയായി. അന്ന് ഞാൻ വളരെ നേരത്തെയാണ് ഇവിടെ എത്തിയത്. പക്ഷേ ഇന്ന് അത്യാവശ്യം ലേറ്റാണ് എത്തിയത്. ഈ ഒരു സമയമാണ് ഏകദേശം കറക്റ്റ് സമയം. ഇപ്പോൾ 11 മണിയായി. 10:30 ആകുമ്പോൾ ഇവിടെ എത്തുന്ന കോളത്തിൽ വരുന്നതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ. അതാകുമ്പോൾ കറക്റ്റ് ഇതുപോലെ നമുക്ക് ക്യാമ്പ് ചെയ്ത് കിടന്നുറങ്ങാം. രാവിലെ ഏർലി മോർണിംഗ് എണീറ്റ് ആ ഒരു റൂട്ട് പോവാം. അതൊക്കെയാണ് 10:30 സമയത്ത് എത്തിയാൽ മതി എന്ന് ഞാൻ പറയാൻ കാരണം. ഏകദേശം എന്തായാലും ഒരു വർഷം കഴിഞ്ഞ് കാണും കേട്ടോ ഞാൻ മുമ്പ് ഇവിടെ വന്നിട്ട്. എന്തൊക്കെയോ അന്ന് ഞാൻ യൂസ് ചെയ്ത ആ ഒരു ടോയ്ലറ്റൊക്കെ ഇതേ ഈ ഒരു പമ്പിലെ സെയിം ടോയ്ലറ്റാണ്. അതുപോലെ ഞാൻ കിടന്നുറങ്ങിയത് ഇപ്പോൾ ഞാൻ ടെൻ്റ് അടിച്ച ഒരു സെയിം സ്പോട്ടിലാണ്. ടെൻറ്റ് മാറ്റം ഉണ്ടെന്നല്ലാണ്ട് സ്പോട്ടൊന്നും മാറ്റമില്ല. ടെൻറ്റ് വേറെ ടെൻറ്റാണ്. ഇപ്പോൾ ഇവിടെ ഈ ഒരു ടൗണിലൂടെ ഞാൻ ഇങ്ങനെ എന്താ പറയുക ടെൻ്റെല്ലാം അവിടെ സെറ്റ് ചെയ്തിട്ട്
ജസ്റ്റ് ടോയ്ലറ്റ് പോവാണ്, എനിക്ക് മൂത്രമൊഴിച്ചിട്ട് കിടന്നുറങ്ങണം. അപ്പോൾ അതൊക്കെയാണ് പരിപാടീസ്. എങ്ങനെയുണ്ട്? ഭയങ്കര ഒരു മെമ്മറീസ്. അതുപോലെ ഇവിടെ ഒരു തട്ടുകട ഉണ്ട്. ആ തട്ടുകട ഇപ്പോഴും അവിടെ ഉണ്ട് കേട്ടോ. അത് ക്ലോസ് ആയോ? ആ തട്ടുകട അങ്ങേര് തള്ളി കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു, ഇഡ്ഡലി സംഭവം കഴിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര ടേസ്റ്റാണ്. നമുക്ക് നാളെ പോകുന്ന സമയത്ത് ഭാഗ്യമുണ്ടെങ്കിൽ കഴിക്കാം. അപ്പോൾ ഞാൻ ടെൻറ്റിനകത്താണ്. വിരിക്കാനുള്ള സംഭവം വിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി കിടക്കാനുള്ള സംഭവമേ ഉള്ളൂ. കിടന്നുറങ്ങിയാൽ മതി. അപ്പം ഞാൻ നെല്ലിയാമ്പതിനെ കുറിച്ച് പറഞ്ഞുതരാം. നെല്ലിയാമ്പതി എന്ന് പറയുമ്പോൾ പാലക്കാട് ജില്ലയിൽ കുറച്ച് ഹൈ റേഞ്ച് ഒരു പോർഷനാണ്. പക്ഷേ ഞാൻ ഇപ്പോഴാണ് അറിയണം കേട്ടോ, ഇവിടെ റൂം ബുക്കിംഗ് ഉണ്ടെങ്കിൽ, അതായത് നമുക്ക് മുകളിൽ റൂം ബുക്ക്ഡ് ആണെങ്കിൽ നമുക്ക് ഏത് സമയം അങ്ങോട്ടേക്ക് നമ്മളെ കടത്തി വിടുമെന്ന്. അതിപ്പോൾ ഇവിടുത്തെ ഒരു നാട്ടുകാരൻ പറഞ്ഞതാണ്. ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. എന്തായാലും ഇന്നിങ്ങനെ കണ്ടപ്പോൾ അങ്ങേര് വന്ന് സംസാരിച്ചപ്പം ആള് കാര്യം പറഞ്ഞാണ്. അതായത് രാവിലെ 6 മണിക്കാണ് ശരിക്കും ചെക്ക് പോസ്റ്റ് ഓപ്പൺ ആവുക. പക്ഷെ നമുക്ക് റൂമിൻ്റെ ബുക്കിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ഈ ഒരു സമയത്തും, അതായത് ഇപ്പോൾ ഒരു 6 മണി 7 മണി 8 മണിയൊക്കെ ആയെങ്കിലും 9 മണി 10 മണി ആയിട്ടുണ്ടെങ്കിലും നമ്മളെ ഈ ഒരു സമയത്ത് തന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് കടത്തി വിടുമെന്നാണ് അങ്കിള് പറഞ്ഞ്. എത്രത്തോളം സത്യമാണെന്നുള്ള കാര്യം എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നാളെ രാവിലെ ഏർലി മോർണിംഗ് പോകാം. 6 മണിക്ക് തുറക്കും. അപ്പോൾ 6 മണിക്ക് തന്നെ അവിടെ എത്തണം. ഒരു 6:30 മാക്സിമം. ഉറക്ക് സീനാണ്, ഉറങ്ങണം. അപ്പോൾ എന്തായാലും കാണാം. ഏർലി മോർണിംഗ് നമുക്ക് അവിടെ വെച്ചിട്ട് കാണാം. ഇതാണ് പോത്തുണ്ടി ഡാമിൻ്റെ ഒരു ഫ്രണ്ട് പോർഷന്. ഇത് വഴി എങ്ങാണ്ടാണെന്ന് തോന്നുന്നുണ്ട് എൻട്രൻസ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്നുള്ള ഒരു വ്യൂ ഒക്കെ ഭയങ്കര അടിപൊളി കേട്ടോ. നമുക്ക് റിട്ടേൺ വരുന്ന സമയത്ത് എന്താ പറയുക, ഈ ഒരു ഡാമിൻ്റെ മുകളിലോട്ട് കയറാം. എനിക്ക് കയറണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഞാൻ മുമ്പത്തെ തവണ ഒക്കെ വന്നപ്പം ഡാമിൻ്റെ സ്പോട്ട് സ്കിപ്പ് ചെയ്ത് പോയാണ്. മുകളിൽ നിന്നുള്ള വ്യൂ അടിപൊളിയാണ്. നമുക്ക് തിരിച്ചു വരുന്ന സമയത്ത് മസ്റ്റായിട്ടും കയറണം. അങ്ങനെയുള്ളൊരു സ്പോട്ടാണത്. KL02 AE അതെ, ഇങ്ങനൊരു സ്ലിപ്പ് തരും. നമുക്ക് തിരിച്ച് ഇവിടെ നിന്ന് 5 മണിക്ക് മുമ്പ് ഇറങ്ങണം എന്നാണ് പറയുന്നത്. ഫോറസ്റ്റിലോട്ട് എൻ്റർ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അത്യാവശ്യം ദൂരം ഇതുപോലുള്ള ഫോറസ്റ്റ് റൂട്ടാണ്. മുമ്പ് വന്ന സമയത്തെല്ലാം ആനകളെല്ലാം കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വരവിലും ആനകളെ കാണാൻ സാധിക്കട്ടെ എന്ന് എന്താ പറയുക, മനസ്സിലിങ്ങനെ വിചാരിക്കണ്. ഇത് ഡാമിൻ്റെ ഇവിടെ ഉള്ളൊരു വ്യൂ പോയിൻ്റ് കേട്ടോ. ഒരു ചെറിയൊരു വ്യൂ കാണാൻ പറ്റുന്നത്. ഈ ഒരു വേലൂടെ ഒക്കെ നടന്നു വരാൻ പറ്റും. പക്ഷെ അതിന് നമ്മൾ അതുവഴി എൻ്ററായി വരണം, എന്നാലാണ് പറ്റുക. അപ്പോൾ നമുക്ക് തിരിച്ചു വരുന്ന സമയത്ത് ആ ഒരു സംഭവം ട്രൈ ചെയ്യാം. ആ ഒരു വ്യൂ നോക്കി നല്ല രസമില്ലേ? ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള ഒരു വ്യൂ, മലനിരകൾക്കിടയിലൂടെ ഈ ഒരു ഡാമിൻ്റെ സംഭവം കാണാൻ വേണ്ടിയിട്ട്. ഡാമിൻ്റെ ഷട്ടറെല്ലാം ഏത് സൈഡിലാണോ ആവും. അപ്പം ഇനി ഏതാനും കിലോമീറ്റേഴ്സ് നമ്മൾ ഈ ഒരു വനത്തിനകത്തൂടെയാണ്. ഇതിനകത്തോട്ട് കയറിയപ്പോൾ ഒന്നും കൂടെ തണുപ്പ് കൂടിയിട്ടുണ്ട്. വണ്ടികളെല്ലാം കുറവാട്ടോ. ഇപ്പം നമ്മൾ മാത്രമേ ഉള്ളൂ ഈ ഒരു വേലി. ഈ ഒരു ചുരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അടിപൊളി വ്യൂ പോയിൻ്റ് ഉണ്ട് കേട്ടോ. ആ ഒരു വ്യൂ പോയിൻ്റ് നൈസാണ്. ആ ഒരു ഏരിയ എന്ന് പറയുമ്പം കുറച്ച് ഡേഞ്ചറാണ്. ഡേഞ്ചർ മീൻസ് അത്യാവശ്യം ആനൊക്കെ ഇറങ്ങുന്ന ഒരു സ്പോട്ടാണ് ആ ഒരു വ്യൂ പോയിൻറ്റിൻ്റെ ആ ഒരു പൊസിഷൻ. അവിടെ നിന്ന് വൃത്തിക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിക്ക് ആനേനൊക്കെ സ്പോട്ട് ചെയ്യാൻ പറ്റും. അവിടെ നിർത്താണ്ട് നേരെ അങ്ങ് കയറി പോകുന്നൊരു സംഭവം കണ്ടിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്ന് ജസ്റ്റ് നിർത്തി കുറച്ച് സമയം കാട്ടിലോട്ട് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആനയെ സ്പോട്ട് ചെയ്യാൻ പറ്റും. നൈസാട്ടോ, സ്ഥലം നൈസാണ്. ഒരു വൺ ഡേക്ക് അടിച്ച് പൊളിക്കാൻ പറ്റിയ ഒരു ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ വരാൻ പറ്റിയ ഒരു കിടിലൻ സ്പോട്ടാണ്. ഇങ്ങോട്ടേക്ക് ഇതുപോലെ KSRTCൻ്റെ ഓർഡിനറി ബസ്സിൽ ഉല്ലാസയാത്രയെല്ലാം ഉണ്ട് കേട്ടോ. ഞാൻ വരുന്ന സമയത്ത് ഇവർ ബ്രേക്ക് എടുക്കുന്നുണ്ടായിരുന്നു, ടീ ബ്രേക്ക്. അപ്പോഴേ എനിക്ക് ഡൗട്ടുണ്ട് ഈ ഒരു എന്താ പറയുക ഉല്ലാസയാത്ര ഇങ്ങോട്ടേക്ക് ഉണ്ടോ എന്നുള്ള കാര്യം. അപ്പോൾ എന്തായാലും ഉല്ലാസയാത്ര ഉണ്ട്. അപ്പോൾ ഇനി ബൈക്കിൽ വരാൻ പറ്റാത്തവർക്ക് ഇതുപോലെ ബസ് എടുത്ത് വരാവുന്നതാണ്. ഉല്ലാസയാത്ര ഇത് എവിടെ നിന്നുള്ളതാണെന്നുള്ള കാര്യം എനിക്കറിയില്ല. അപ്പോൾ അതെന്തായാലും നോക്കേണ്ടിയിരിക്കുന്നു. പോകുന്ന വഴിക്ക് അത്യാവശ്യം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വാട്ടർഫാൾ സംഭവമെല്ലാം ഉണ്ട് കേട്ടോ. പക്ഷേ ഇപ്പോൾ ഒന്നിലും വെള്ളമില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ.
കുറച്ചുകൂടെ മഴയ്ക്കുള്ള സമയത്താണെങ്കിൽ അടിപൊളിയായിട്ടുള്ളൊരു വാട്ടർഫാൾ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഒന്നൊന്നുമല്ല, ഒരുപാടുണ്ട്. നല്ല രസമുണ്ട്. ഞാൻ ഒരുപാട് ആളുകൾക്ക് ശേഷമാണ് ഇതുപോലെ ഒന്ന് റിലാക്സ് ആകാൻ വേണ്ടിയിട്ട് ബൈക്ക് എടുത്തിറങ്ങുന്നത്. എനിക്ക് അതിൻ്റേതായിട്ടുള്ള എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. നെല്ലിയാമ്പതിക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ താഴെ തന്നെ പെട്രോളെല്ലാം ഫില്ല് ചെയ്ത് വരുന്നതായിരിക്കും ഇവിടെ ഏറ്റവും ബെറ്റർ. ഇതിന് മുകളിൽ പെട്രോൾ പമ്പില്ല, അങ്ങനെയുള്ള കുറച്ച് എന്താ പറയുക കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം ശ്രദ്ധിക്കുക. പിന്നെ ഒരു ട്രക്കിംഗ് എല്ലാം ഉണ്ട് കേട്ടോ. നമ്മൾ കുറേ മുന്നേ വന്നപ്പം ഞാനൊരു ട്രക്കിംഗ് എല്ലാം പോയിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് ഒരു ഓഫ് റോഡ് കയറി ജീപ്പിൽ പോയിട്ട് ടോപ്പിൽ പോയിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് പോകുന്നുണ്ടായിരുന്നു. എന്താ മോനെ എങ്ങോട്ട് നോക്കിക്ക്, എന്ത് രസമുള്ള വ്യൂ അല്ലേ. ആ ഒരു മലൻ്റെ മുകളിലോട്ടൊക്കെ നോക്കിക്ക്. ഈ ഒരു സൈഡിൽ ഇതേ സൂര്യമാമൻ വന്നിരിക്കുന്നു. കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാം. നല്ല രസമുള്ളൊരു സ്പോട്ട്. ഈ ചുരം കയറിയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്പോട്ടായിട്ടാണ് എനിക്കിത് തോന്നിയത്. ഈ ഒരു ചുരത്തിൻ്റെ ഇതുപോലെ നിർത്തുന്ന സ്ഥലമില്ല, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വേറെ എവിടെയും ഞാൻ നിർത്തിയിട്ടില്ല. ഈ സ്ഥലം കണ്ടപ്പോൾ അങ്ങോട്ട് നിർത്താൻ തോന്നി, നിർത്തി അത്ര തന്നെ. ഗൈസ്, അങ്ങനെ ഞാൻ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു വ്യൂ പോയിന്റ് കണ്ടു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാൻ ഒരുപാട് സമയമായിട്ട് ഇതേ ഈ ഒരു വ്യൂ പോയിന്റിലാണ്. ഭയങ്കര രസമുണ്ട്, നല്ല രസമുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഒരു വ്യൂ, അതുപോലെ ആ ഒരു സൺറൈസിൻ്റെ സൺകിസ്, മോർണിംഗ് സൺകിസ്, എല്ലാം കൊണ്ടും ബെറ്റർ ആയിട്ടുള്ളൊരു വ്യൂ പോയിന്റിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നുള്ളത്. ഒരുപാട് സമയമായിട്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. നല്ല രസമുണ്ട്. ഇതിനിടയ്ക്ക് ഒരുപാട് പേര് നിർത്തി പോകുന്നുണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ട്, എല്ലാം നടക്കുന്നുണ്ട്. ഭയങ്കര രസമായിട്ടുള്ള, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇതിലും അടിപൊളിയായിട്ടുള്ളൊരു കളർഫുൾ ആയിട്ടുള്ള ലൊക്കേഷൻ മുന്നിൽ കിടപ്പുണ്ട്. ഗൈസ്, നമുക്ക് വലിയ ഭാഗ്യമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. കാരണം ആനകളെ ഒന്നും സ്പോട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് ഈവനിങ് എന്ത് ചെയ്യാം, നല്ല ലേറ്റായിട്ട് വരാം. അതാവുമ്പം ആനകളെ കാണാൻ പറ്റുന്നതാണ്. ഇന്നത്തെ ദിവസം നമ്മൾ നെല്ലിയാമ്പതി ആയതുകൊണ്ട് തന്നെ നമുക്ക് തിരിച്ച് വളരെ ലേഗായിട്ട് ഇറങ്ങാം. അതായിരിക്കും ഒന്നും കൂടെ ബെറ്റർ. അങ്ങനെ ഇറങ്ങുവാണെങ്കിൽ നമുക്കൊരു പക്ഷേ ആനകളെ വല്ലതും കാണാനുള്ള, സ്പോട്ട് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. നമ്മൾ ഓൾമോസ്റ്റ് ഈ ഒരു ചുരം കയറി കഴിഞ്ഞ മോലുള്ള ഫീലാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു വ്യൂ പോയിന്റ് എത്താറായ പോലെയൊക്കെ തോന്നുന്നുണ്ട്. ഇതാണ് ആ ഒരു വ്യൂ പോയിന്റ്, ആദ്യത്തെ ആ ഒരു വ്യൂ പോയിന്റ് പോലുള്ള സ്ഥലം. കയറി വന്നവരെല്ലാവരും തന്നെ ഇവിടെ നിർത്തിയിട്ട് ഇവിടെ നിന്ന് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് ഇവിടെ കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്തിട്ടായിരിക്കും പോകുന്നത് മിക്ക ആളുകളും. ഇതങ്ങനെയുള്ളൊരു സ്പോട്ടാണ്. ഉല്ലാസയാത്രയുടെ വണ്ടി ഇവിടെ നിർത്തി കൊടുക്കുന്നുണ്ട്. ഈ ഒരു വണ്ടി എറണാകുളത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടി കേട്ടോ. അപ്പോൾ എറണാകുളം പോയി കഴിഞ്ഞാൽ ഇതുപോലെ ഉല്ലാസയാത്ര, അതും നമുക്ക് ഒട്ടും പരിചയമില്ലാത്തവരുടെ കൂടെയുള്ള ആ ഒരു KSRTC ട്രിപ്പ് ഉണ്ട് ഈ ഒരു നെല്ലിയാമ്പതിയിലോട്ട്. അപ്പോൾ ഞാൻ അവിടുത്തെ ഒരു അങ്കിളിനോട് ചോദിച്ചതാണ് എവിടെ നിന്നാന്നുള്ള കാര്യം. ഒരു രീതിക്ക് വരുന്നവർക്ക് അങ്ങനെയും വരാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മളിതേ ആ ഒരു വ്യൂ പോയിന്റും കഴിഞ്ഞ് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പാതഗിരി വ്യൂ പോയിന്റ് എന്നോ അങ്ങനെ എങ്ങാണ്ടാണ് അതിൻ്റെ ഒരു പേര്, ആ ഒരു വ്യൂ പോയിന്റിൻ്റെ നെയിം. ഇനിയുള്ള വളവുകളെല്ലാം അടിപൊളി കേട്ടോ. ഭയങ്കര കേവായിട്ടുള്ള വളവുകൾ 1-2 ഉണ്ട് ഇനി മുകളിലോട്ട് പോകുമ്പോൾ. ഞാൻ എൻ്റെ മൊബൈൽ ഫോണിൽ ചാർജ് കഴിഞ്ഞപ്പോൾ ഞാനിത് അതിനാണ് വീട്ടിൽ ചാർജിനിട്ടേക്കും കേട്ടോ. എന്ത് ഭയങ്കര സ്നേഹം അവർക്ക്. ആദ്യം പോയിട്ട് എൻ്റെ ഹെൽമെറ്റ് ആദ്യം ചെളി വീണെന്ന് വെച്ചാൽ സംഭവം ഫുൾ കോമഡിയാണ് ഗൈസ്. എൻ്റെ ലൈഫിലൊക്കെ ഓരോ കാര്യങ്ങൾ നിങ്ങൾ അറിയാൻ തുടങ്ങി കഴിഞ്ഞാൽ ചിരിച്ച് ചാവും. അതാണ് കാര്യം. അപ്പോൾ ഞാനിവിടെ ഹെൽമെറ്റ് ഇങ്ങനെ വണ്ടിയിൽ വെച്ചിട്ട് ഞാനിങ്ങനെ പ്രകൃതി കാണാൻ വേണ്ടി ജസ്റ്റ് ഇങ്ങനെ അങ്ങോട്ട് നടന്നു പോയിന്. ആ സമയത്ത് കാറ്റ് ഭയങ്കര ശക്തമായിട്ട് ഹെൽമെറ്റ് നേരെ താഴെ പോയി. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഞാൻ എന്ത് ചെയ്ത് ഹെൽമെറ്റ് തുടയ്ക്കാൻ വേണ്ടിയിട്ട്, ഈ ഹെൽമെറ്റാണ് ഞാൻ റീസെൻ്റ്ലി എടുത്ത ഹെൽമെറ്റാണ്. എനിക്കാണെങ്കിൽ ആകെ എന്താ പറയുക എന്തോ പോലെ. ഈ ഒരു പോർഷനല്ല, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പോർഷൻ ഇവിടെ ചളി ഇപ്പോഴും ബാക്കി കിടപ്പുണ്ട്. അപ്പോൾ അവിടെ എല്ലാം ചളിയായപ്പോൾ ഞാൻ ആ വീട്ടിൽ പോയി ഒരു ക്ലോത്ത് വാങ്ങി മൊത്തത്തിൽ തുടച്ച് വൃത്തിയാക്കി. അപ്പോൾ ആ സമയത്ത് ഞാനവിടെ ഫോണ് ജസ്റ്റ് ചാർജ് ചെയ്യാൻ ചോദിച്ചു. ചാർജ് ചെയ്തോ, ഫുഡ് കഴിച്ചോ, എവിടെ നിന്നാണ് വരുന്നത് എന്ന് ഇറങ്ങി ഉള്ള കാര്യങ്ങളെല്ലാം ഭയങ്കര അടിപൊളി ഹോസ്പിറ്റാലിറ്റി നൈസാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതുപോലുള്ള നല്ല നൈസ് ആംബിയൻസ് ഉള്ള വീട്ടിലെ രസമില്ലേ.
അപ്പോൾ ഇനി കുറച്ച് സമയം എന്തായാലും ഒരു 1 hour ഇവിടെ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ ചാർജും ഫുൾ ആയിക്കോളും. ഇവിടെ ഇങ്ങനെ ചുമ്മാ ഇരിക്കാൻ തന്നെ ഭയങ്കര രസമാണ്. ഇങ്ങനെ സമയം പോകുന്നത് അറിയുന്നേ ഇല്ല. നമുക്കിങ്ങനെ സമാധാനം കിട്ടുക എന്ന് പറയുമ്പോൾ അത് ഈ ഒരു സ്ഥലവും അതുപോലെ നമ്മുടെ വണ്ടിയും എല്ലാം കൂടെ ഉള്ളപ്പോൾ ഒരു പ്രത്യേക സമാധാനമാണ്. വണ്ടിയിലാകെ അഴുക്കൊക്കെയാണ്, അതൊന്നും നോക്കണ്ട. എന്നിരുന്നാലും സമാധാനത്തിനൊരു കുറവൊന്നുമില്ല. സമാധാനമൊക്കെ ഇങ്ങനെ നഷ്ടപ്പെടുന്ന സമയത്ത് ഇതുപോലെ ചുമ്മാ വണ്ടി എടുത്ത് ഇറങ്ങിയാൽ മതി, ഭയങ്കര സമാധാനം ഉണ്ടാവും. പ്രത്യേകിച്ച് ഇതുപോലുള്ള സ്ഥലങ്ങൾ, വിഷ്വൽ ബ്യൂട്ടി ആയിട്ടുള്ള സ്ഥലങ്ങൾ, ഭയങ്കര കൂളായിട്ടുള്ള ക്ലൈമറ്റ്, ഇതെല്ലാം എല്ലാവർക്കും ഒരുപോലെ ആവില്ല കേട്ടോ. ഡിപ്പെൻഡ് ഓൺ പേഴ്സൺസ്, ഓരോരുത്തർക്കും ഓരോ ടൈപ്പായിരിക്കും. എനിക്ക് ഈ ഒരു ടൈപ്പാണ് ഭയങ്കര ഇഷ്ടം. തണുപ്പുള്ള ക്ലൈമറ്റ്, നമ്മുടെ വണ്ടി കൂടെ ഉണ്ടാവുക, അതുപോലെ ഇങ്ങനെ തെണ്ടുക, ഇതൊക്കെ തന്നെയാണ് എൻ്റെ പാഷൻ. അപ്പോൾ എന്തായാലും കുറച്ച് സമയം കഴിഞ്ഞ് നമുക്ക് അടുത്ത സ്പോട്ടിലോട്ട് പോകാം. അപ്പോൾ ഇനി പോകുന്ന കുറച്ച് സ്പോട്ടുകളുണ്ട്. കേശവമ്പാറ, അതുപോലെ സീതാർകുണ്ട് വ്യൂ പോയിൻറ്റ്, അതുപോലെ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ്. ഇന്നത്തെ ഈ ഒരു ചെറിയ വ്ളോഗ്, ട്രാവൽ വ്ളോഗ് ഞാൻ ഇവിടെ ജോയിൻ അപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ഗൈസ്.